പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാം. നിങ്ങളത് മുഴുവനൊന്ന് കേൾക്കണം. രാമചന്ദ്രൻ സാർ ശ്രദ്ധിക്കണേ. ജോ ഗ്ലെൻ എന്ന് പറയുന്ന ഒരാൾ 3 ദിവസം മുമ്പ് ഫേസ്ബുക്കിൽ എഴുതിയ പോസ്റ്റാണ്. അത് മുഴുവൻ ഒന്ന് കേൾക്കണം. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ചിത്രം, കേരളത്തിലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പാർട്ടിയുടെ ചിത്രം വിളിച്ചു പറയുന്ന ഒരു പോസ്റ്റാണ്. മാങ്കൂട്ടത്തിൻ്റെ ചാറ്റ് പുറത്തു വിട്ടതിന് പിന്നിൽ അബിൻ വർക്കിയാണെന്ന് രാഹുൽ അനുകൂലികൾ. അബിൻ വർക്കിയുടെ ക്ലിപ്പ് ഉടൻ പുറത്തു വിടുമെന്നും മാങ്കൂട്ടം അനുകൂലികളുടെ ഭീഷണി. തൻ്റെ ക്ലിപ്പ് പുറത്തു വിട്ടാൽ ഷാഫിയുടെ ക്ലിപ്പ് പുറത്തു വിടുമെന്ന് അബിൻ വർക്കി. എൻ്റെ ക്ലിപ്പ് പുറത്തു വന്നാൽ അടൂർ പ്രകാശിൻ്റെ പഴയ ക്ലിപ്പ് പുറത്തു വിടുമെന്ന് ഷാഫി. എൻ്റെ എന്തേലും ഇറങ്ങിയാൽ KC വേണുഗോപാലിൻ്റെ സരിത ക്ലിപ്പ് ഇറക്കുമെന്ന് അടൂർ പ്രകാശ്. എൻ്റെ ഇറങ്ങിയാൽ സതീശൻ്റെ ഇറങ്ങുമെന്ന് KC. എൻ്റെ ഇറങ്ങിയാൽ സുധാകരൻ്റെ ഇറക്കുമെന്ന് സതീശൻ. തൻ്റെ ഇറങ്ങിയാൽ മുരളീധരൻ്റെ ഗീത ക്ലിപ്പ് ഇറക്കുമെന്ന് സുധാകരൻ. എൻ്റെ ഇറക്കിയാൽ ഉണ്ണിത്താൻ്റെ ഇറക്കുമെന്ന് മുരളി. തൻ്റെ ഇറക്കിയാൽ ശരത്ചന്ദ്ര പ്രസാദിൻ്റെ ഇറക്കുമെന്ന് ഉണ്ണിത്താൻ. ശടാ, ഇതിനൊരു അന്തമില്ലേ എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു സിനിമയിൽ, എനിക്ക് തോന്നുന്നു ഗോഡ് ഫാദർ എന്ന് പറഞ്ഞ സിനിമയിൽ ജഗദീഷ് ഇങ്ങനെ ചരഞ്ഞ് നിൽക്കുന്ന ഒരു പടവും കൊടുത്തിട്ടാണ് ഈ സാങ്കല്പിക പോസ്റ്റ്. ഞാനിത് സാങ്കല്പികമെന്ന് പറയുന്നത് കാരണം ഈ ജോ ഗ്ലെൻ എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ എഴുതിയതാണ്. പക്ഷേ ഈ FB പോസ്റ്റ് ഭയങ്കര വൈറലാണ്. കേരളത്തിലെ കോൺഗ്രസ്സുകാരിൽ ആരോപണ വിധേയരല്ലാത്ത ആരുമില്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഒരു സറ്റയർ മോഡിൽ എഴുതിയ പോസ്റ്റാണ്. എനിക്ക് 3 ദിവസമായി ജോ ഗ്ലെനെതിരെ എന്തെങ്കിലും നിയമ നടപടി ഈ പറഞ്ഞവരെടുത്തിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷേ ഇതിനകത്ത് പറയുന്ന ശരത്ചന്ദ്ര പ്രസാദ്, ഉണ്ണിത്താൻ, മുരളീധരൻ, രാമനിലയത്തിലെ ഗീതവായനയെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അങ്ങനെ KC വേണുഗോപാലിൻ്റെ സരിത ആരോപണം. ഇനി ചില പേരുകൾ വിട്ടുപോയിട്ടുണ്ട്, എത്രയോ പേരുകൾ വിട്ടുപോയിട്ടുണ്ട് അല്ലേ. നമ്മുടെ എറണാകുളത്തെ MP പേരുണ്ടായിരുന്നു. അങ്ങനെ പല പേരുകൾ, പല കാര്യങ്ങളും, ധാരാളം പേരുകൾ. ഇതിപ്പോൾ ഈ ജോ ഗ്ലെൻ കുറച്ച് പേരുകൾ എഴുതിയിട്ടുണ്ട്. കാരണം 1 ഡസൻ പേരുണ്ട് സരിതയുടെ കേസിൽ. അതെ. അപ്പോൾ ഇങ്ങനെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആരോപണങ്ങളുടെ കെട്ടഴിച്ചാൽ അമ്പ് കൊള്ളാത്തവരില്ല കുരുക്കളിൽ എന്ന് പറഞ്ഞതുപോലെയാണ് നിൽക്കുന്നത്. അത് എല്ലാ പാർട്ടികളും, CPM-ലും മോശമൊന്നുമല്ല. പക്ഷേ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്തോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ സ്ഥാനത്തോ ഒക്കെ വരുന്ന നേതാക്കന്മാർക്കെതിരെ ആക്ഷേപങ്ങളൊന്നും ഉയർന്നിട്ടില്ല. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ആരെക്കുറിച്ച് പറഞ്ഞാലും ചില ആളുകൾക്കെതിരെയുള്ള കേസുകൾ, ഇപ്പോൾ നമുക്കറിയാം ഒരു പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവിൻ്റെ കാര്യം. 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മാധ്യമ പ്രവർത്തകയുമായി ബന്ധപ്പെട്ട് ആക്ഷേപം ഉയർന്നത്. അദ്ദേഹം ഇന്ന് വലിയൊരു നേതാവാണ്. പേരെന്ന് നമ്മൾ പറയുന്നത് എല്ലാവർക്കും അറിയാം, സാറിനറിയാം, എനിക്കറിയാം, എല്ലാവർക്കും അറിയാം. അത് അങ്ങനെ ഉയർന്നു, വലിയ വിവാദമായി. മാധ്യമ സ്ഥാപനങ്ങളിലേക്ക് അദ്ദേഹം നിലവിളിച്ച് എൻ്റെ പേര് ഇത്തരം വാർത്തകൾ വരരുതെന്ന് പറഞ്ഞു. മാധ്യമ പ്രവർത്തക ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ, സർവീസ് ഉണ്ട്, അപ്പോൾ ചാനലിലുണ്ട്. അങ്ങനെ പലയിടത്തും പലരെക്കുറിച്ച് പല കാലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. മാധ്യമ പ്രവർത്തകരോ, ഒരു മാധ്യമ പ്രവർത്തകൻ ഏഷ്യാനെറ്റ് മുതൽ എവിടെല്ലാം ഓടിയെന്നറിയാം അല്ലേ. ഒരു സിനിമാ നടൻ അദ്ദേഹത്തെ കളിയാക്കി, അദ്ദേഹത്തെക്കുറിച്ച് ഒരു ആക്ഷേപം ആ സിനിമാ നടൻ്റെ ഒരു കേസ് വന്നപ്പോൾ പറഞ്ഞിരുന്നു. അങ്ങനെ ഈ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട വ്യവസായമായിട്ട് സ്ത്രീ വിഷയം മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രീ വിഷയത്തിൻ്റെ പേരിൽ എതിരാളിയെ ആക്ഷേപിക്കുന്ന, ഇപ്പോൾ നമ്മളിത് പറയുമ്പോൾ സന്ദീപ് വാര്യരുടെ പത്രസമ്മേളനം നടക്കുകയാണ്. കൃഷ്ണകുമാർ അങ്ങനെ പുണ്യാളരൊന്നും ആവണ്ട, പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കഴിഞ്ഞ ഏപ്രിലിൽ കൃഷ്ണകുമാറിനെക്കുറിച്ച് അന്വേഷിക്കാൻ SP-ക്ക് ഒരു കത്ത് വന്നിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് നമ്മൾ ഒരു പരാതി അയച്ചാൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി അത് ബന്ധപ്പെട്ട ആൾക്ക് ഫോർവേഡ് ചെയ്യും. ഇപ്പോഴത്തെ അടുത്ത ദിവസം നടന്നില്ലേ, വേടനെതിരെ 2 പെൺകുട്ടികൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു. മുഖ്യമന്ത്രി അതത് ജില്ലയിലെ SP-മാർക്ക് അയച്ചു കൊടുക്കും. അത്രേ ഉള്ളൂ, അതോടെ കഴിഞ്ഞു. അത് സന്ദീപ് വാര്യർ പറയുന്നത് എന്താ, കൃഷ്ണകുമാറിനെതിരെ അന്വേഷിക്കാൻ പ്രധാനമന്ത്രി ഉത്തരവിട്ടു. പ്രധാനമന്ത്രിക്ക് അന്വേഷണം നടത്താൻ ഉത്തരവിടുന്നൊന്നുമല്ല പറയും. ഒരു കത്ത് കിട്ടി, ഒരു മെയിൽ കിട്ടി, അത് കൺസേൺ അതോറിറ്റിക്ക് ഫോർവേഡ് ചെയ്തു. ദാറ്റ്സ് ഓൾ. അത് അന്വേഷിക്കുകയോ അന്വേഷിച്ച് തീർപ്പാക്കുകയോ ഒക്കെ ചെയ്യേണ്ട അവരുടെ ഉത്തരവാദിത്തമാണ്. മോദി ഇത് അറിഞ്ഞിട്ടില്ല. ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ജിതേന്ദ്ര സിംഗിനെ എടുത്തു വെച്ചാൽ അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിന് ഒരു ഓഫീസ് സംവിധാനം. അവിടുത്തെ ആളുകൾ നോക്കിയിട്ട് കേരളം, പാലക്കാട് ജില്ലയിലെ പോലീസ് സൂപ്രണ്ട് ടിക്ക് ഫോർവേഡ് ചെയ്തു, തീർന്നു. ഇതാണ് നടക്കുന്നത്. ഇതൊക്കെ വലിയ കാര്യമായിട്ട് പറയാം. അപ്പോൾ ഈ ആരോപണം ഉന്നയിക്കുന്ന സന്ദീപ് വാര്യരെ കുറിച്ച് എന്തൊക്കെയാണ്, സന്ദീപ് വാര്യരെ പിടിച്ച് കെട്ടിയിട്ടെന്നും ഓടിച്ചെന്നും ഒക്കെ പറഞ്ഞ് ഒരുപാട് കഥകൾ, അപവാദ കഥകൾ പോലെയുള്ള കഥകളുണ്ടായിരുന്നു. ഇതൊക്കെ ശരിയാണോ എന്ന് എനിക്കറിയില്ല, എനിക്ക് വിശ്വാസമില്ല, ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ സന്ദീപ് വാര്യർ അതിൻ്റെ പേരിൽ ഒരുപാട് കാലം
വല്ലാതെ ചമ്മി ആക്ഷേപ വിധേയരായി മാറി നിൽക്കുന്ന അവസരമുണ്ടായി. പാർട്ടി നടപടിയൊക്കെ വന്നു. അതിനുശേഷം സുരേന്ദ്രൻ്റെ കാലത്താണ് ഈ നടപടി വന്നതെങ്കിലും സുരേന്ദ്രൻ തന്നെ തിരിച്ചു കൊണ്ടുവന്നിരുന്നു സന്ദീപ് വാര്യരെ. അപ്പോൾ ഞാൻ സന്ദീപ് വാര്യൻ്റെ വിഷയം സംസാരിക്കാനല്ല ഇത് പറഞ്ഞത്. അപ്പോൾ കേരളത്തിൽ ഈ സ്ത്രീ പീഡകർ, മറ്റുള്ള നിന്നെ ശരിയാക്കുമടാ, കാണിച്ചു തരാടാ, ബോംബ് പൊട്ടിക്കൂടാ എന്നൊക്കെ പറയുന്ന നേതാക്കന്മാർ ഒന്ന് ആലോചിക്കണ്ടേ ഇത് പറയാൻ എനിക്കെത്ര യോഗ്യതയുണ്ടെന്ന്? അതോ സ്വന്തം കാര്യങ്ങൾ, സ്വന്തം പാർട്ടിയിലെ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചിട്ട് മറ്റുള്ളവനെ ചീത്ത വിളിച്ച് വല്ലാത്ത ഒരു ആത്മരതിയിൽ അടയുകയാണോ? അതോ ഇനിയൊന്നും നമ്മളെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ഇനി പുറത്തു വരത്തില്ല എന്നുള്ള ആത്മവിശ്വാസമാണോ? ആത്മവിശ്വാസം ഇല്ല. ഇല്ലേ? ഇല്ല. കഴിഞ്ഞ 3-4 ദിവസമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വി ഡി സതീശൻ വല്ലാതെ പതറി. സതീശൻ ഇത്ര ശോഭിച്ച് കണ്ടിട്ടില്ല അല്ലേ? ശോഭിച്ച് കണ്ടിട്ടില്ല. സതീശൻ സാധാരണഗതിയിൽ ചിരിച്ചുകൊണ്ട് എല്ലാത്തിനും നേരിടുന്ന നേതാവാണ്. രാഹുൽ മാങ്കൂട്ടം വിഷയം വന്നതിന് ശേഷം അദ്ദേഹം വല്ലാതെ പതറിയിട്ടുണ്ട്. നമ്മൾ സാധാരണ ഈ മാധ്യമ പ്രവർത്തനമൊക്കെ നടത്തുന്ന കാലത്ത് നമുക്ക് ഇതുപോലത്തെ ധാരാളം കഥകൾ അറിയാം. പക്ഷെ നമ്മൾ ഇതൊന്നും പത്രപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് എടുത്തിരുന്നില്ല. കാരണം ആ സമയത്ത് ആർക്കെങ്കിലും ഈ പെൺകുട്ടിക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും പരാതി കൊടുത്താൽ അതൊരു കേസായിട്ട് നടക്കട്ടെ എന്നല്ലാതെ സഹപ്രവർത്തകരെ നാറ്റിക്കാൻ വേണ്ടി ഇതൊരു ആയുധമായിട്ട് ഉപയോഗിക്കുക. ഇതിപ്പോൾ ഇവരുടെയൊക്കെ പേരെങ്ങനെയാണ് പറയുന്നതെന്ന് അറിഞ്ഞുകൂടാ. ഇത് ബ്ലാക്ക് മെയിലിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്. എക്സാക്ട്ലി ബ്ലാക്ക് മെയിലിംഗ് ആണ്. സന്ദീപ് വാര്യർ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു, സതീശൻ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു, ഷാഫി, പിണറായി വിജയനും ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു. പിണറായി വിജയൻ പറയുന്നു ഇത് ക്രിമിനൽ സ്വഭാവമാണ്. എല്ലാ നേതാക്കന്മാരും, പിണറായി മുതൽ മുഖ്യമന്ത്രി മുതൽ പ്രതിപക്ഷ നേതാവ് മുതൽ ചോട്ടാ നേതാക്കന്മാർ പോലും കസേരപ്രേമികൾ വരെ ബ്ലാക്ക് മെയിൽ. പക്ഷെ ആളുകളുടെ കയ്യിലുണ്ട് എന്ന് പറയുന്നു. ഇപ്പോൾ സതീശൻ ഇന്നലെ ബോംബ് ഉണ്ട് എന്ന് പറഞ്ഞു. സതീശൻ ഇങ്ങനെ ബോംബ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്ലാക്ക് മെയിൽ ആണല്ലോ. CPM-നെതിരെ എനിക്ക് കുറേ പറയാനുണ്ട്, BJP-ക്കെതിരെ പറയാനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് മെയിലാണ്. അതുകൊണ്ട് അദ്ദേഹം ഇത് എന്താണെന്ന് വന്ന് പറയണമായിരുന്നു. ഇന്ന് വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് ചീറ്റിപ്പോയി. നമ്മളും സതീശൻ എന്താ പറയാൻ പോകുന്ന അറിയാനായിട്ട് TV വെച്ച് കാത്തിരുന്നു. അതായത് CKP പത്മനാഭൻ്റെ മകളുടെ കേസാണ് ഈ പറഞ്ഞു വരുന്നത്, ശശിക്കെതിരെ. അതാണ് ഒന്ന് പറഞ്ഞത്. മറ്റേത് ശിവശങ്കറിൻ്റെ കേസാണ്. ശശിയുടെ കേസിൽ മറ്റേ അദ്ദേഹത്തിനെ കർഷക തൊഴിലാളി സംഘടനയിൽ നിന്ന് മാറ്റി നിർത്തുകയാണ് ചെയ്തത്. പാർട്ടിയിൽ നിന്ന് എടുത്ത് കളഞ്ഞു പത്മനാഭനെ. ഒരു ആരോപണം ശശിക്കെതിരെ ഉന്നയിച്ചതിന്. എന്നിട്ട് ശശിയെ കൊണ്ടുവന്ന് ഓഫീസിൽ നിർത്തിയിരിക്കുന്നു. അറിയാത്ത സഖാക്കളാരെങ്കിലും ഉണ്ടോ ഇവിടെ? അതിൽ മറ്റ് ശിവശങ്കറിൻ്റെ ലീലയുമായി ബന്ധപ്പെട്ട് എത്രയോ കാലം നമ്മൾ കേട്ടു. ഇത് അറിയാത്ത വല്ലതും ഉണ്ടോ? പുതിയത് വല്ലതും പറയാനുണ്ടായിരുന്നെങ്കിൽ CPM-ൽ തന്നെ ശരിക്കും തപ്പിയിരുന്നെങ്കിൽ കിട്ടുമായിരുന്നല്ലോ. എത്രയോ AKG സെൻറ്ററുമായി ബന്ധപ്പെട്ട് തന്നെ കഥകൾ കിട്ടുമായിരുന്നല്ലോ. അവിടെയൊക്കെ പല ആളുകളും പലതരത്തിലും മുറിയിൽ വിലസിയതും ഇതൊക്കെ അന്വേഷിച്ചെങ്കിൽ ഷാജഹാനോട് ചോദിച്ചാൽ പോരായിരുന്നോ വി ഡി സതീശൻ ഈ പത്രസമ്മേളനത്തിന് മുമ്പ്? അല്ല, വേറൊരു കാര്യമുണ്ട്. ആരോടെങ്കിലൊക്കെ ചോദിച്ചിട്ട് കഥ പറഞ്ഞു കഴിഞ്ഞാൽ പുലിവാലാവും. കേസ് വന്നാൽ പിന്നെ പ്രതിപക്ഷ നേതാവിന് ഇമ്മ്യൂണിറ്റി ഒന്നുമില്ല. അതില്ല. അപ്പോൾ അദ്ദേഹം വല്ലാതെ പതറിയിട്ടുണ്ട്. കാളയുടെ കഥയൊക്കെ ഇന്നലെ പറഞ്ഞു. അപ്പോൾ ഈ BJP-ലെ കോർ കമ്മിറ്റി അംഗത്തിൻ്റെ കഥ എന്ന് പറഞ്ഞപ്പോൾ ഞാനിത് കൃഷ്ണകുമാറിനെ പറ്റിയാണെന്ന് വിചാരിച്ചില്ലായിരുന്നു. കാരണം അതെല്ലാം ഇത് എത്ര കാലമായിട്ട് കിടക്കുന്നതാണ്. അത് എല്ലാ തെരഞ്ഞെടുപ്പും വരുമ്പോൾ നീട്ടിപ്പരുത്തി സന്ദീപ് വാര്യരോ വേറെ ഏതെങ്കിലും ഭാര്യന്മാരോ കൊണ്ട് ഓൺലൈനോ മറുനാടൻ മലയാളിയിലോ ഒക്കെ കൊടുക്കുന്നതാണ്. ഇത് എത്ര തവണയായി നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ഇത് അവർക്ക് സ്വത്ത് കിട്ടാത്തതിൻ്റെ കേസാണ്. അതിജീവിത ഇന്ന് സന്ദീപ് വാര്യർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഇത് ആളുകളെ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ലേ ഇത്? അതിജീവിത എന്ന് നമ്മളൊരു സെക്സ്വൽ വിക്ടിമിനെ പറ്റിയല്ലേ നമ്മൾ സാധാരണഗതിയിൽ പറയുക. അതിജീവിതമാണ് സന്ദീപ് സംസാരിച്ചത് മൊത്തം. കാരണം ഇരയുടെ പേര് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. എന്തിര? അങ്ങനെ ഒരു പരാതി ഉള്ളതായിട്ട് ആരും കേട്ടിട്ടില്ല. അങ്ങനെ ഒരു പരാതി ഇല്ലല്ലോ. വേറെ പരാതികളൊക്കെ വേണമെങ്കിൽ കൃഷ്ണകുമാറിനെ പറ്റിയോ അവർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് മിനി, ഇവരെ പറ്റിയൊക്കെ പറയാം. വല്ല കോഴ കേസോ മറ്റോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനൊരു കേസാണല്ലോ, ആ വിവരമൊക്കെ കൊണ്ടുവരാം. ഇങ്ങനൊരു കേസില്ലല്ലോ. കൃഷ്ണകുമാർ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ള മട്ടിലാണ് സന്ദീപ് വാര്യരുടെ ഈ തല്ലിപ്പൊളി പത്രസമ്മേളനം മുഴുവൻ. പുതിയതായിട്ട് അതിൻ്റെ അകത്ത് എന്തെങ്കിലും പറയണ്ടേ? പ്രധാനമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടു. പ്രധാനമന്ത്രിയുടെ പണിയേ അല്ലിത്. ഇങ്ങനെയാണ് സതീശൻ്റെ പത്രസമ്മേളനം ചീറ്റി, സന്ദീപ് വാര്യരുടെ പത്രസമ്മേളനം ചീറ്റി. അതായത് രാഹുൽ ഗാന്ധിയുടെ കയ്യിലുള്ള ആറ്റം ബോംബ് പോലുള്ള ആറ്റം ബോംബുകളെ ഇവരുടെ കയ്യിലുള്ളൂ.
ഇതൊക്കെ നനഞ്ഞ പടക്കങ്ങളായിട്ട് നീങ്ങിയിരിക്കുകയാണ് ഇങ്ങനെ. ഈ കോൺഗ്രസ്സിലൊക്കെ ഇത് ബ്ലാക്ക് മെയിലിങ് രാജിവെക്കാനൊക്കെ ഈ പരിപാടിയൊക്കെ നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ പണ്ട്. PT ചാക്കോ രാജിവെച്ചത് മറ്റേ CK ഗോവിന്ദൻ നായരുടെ ഒക്കെ നേതൃത്വത്തിൽ സംഭവം നടന്ന ശേഷം അദ്ദേഹം രാജിവെക്കേണ്ട കാര്യമില്ലല്ലോ ആ കാര്യത്തിൽ. കാരണം എവിടെ വെച്ചും അവഹിതത്തിന് പിടിച്ചിട്ടൊന്നുമില്ല, കാറിലല്ലേ. ഒരു കാളവണ്ടിയിൽ ചെന്ന് ഇടിച്ചു കഴിഞ്ഞപ്പോൾ കാറിന് നിൽക്കേണ്ടി വന്നു. ഇവര് മേനോത്തി അതിലുണ്ടായിരുന്നു. പക്ഷെ രാജിവെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രഹ്ലാദൻ ഗോപാലൻ എന്ന് പറഞ്ഞ MLA ഉപവാസമിരുത്തി, എതിർ ഗ്രൂപ്പ് അങ്ങനെ ഉപവാസം ഇരുത്തി. ഇത് ആഗോള പ്രശ്നമായി കഴിഞ്ഞപ്പോഴാണ് PT ചാക്കോയ്ക്ക് രാജിവെക്കേണ്ടി വരുന്നത്. അപ്പൊ പ്രഹ്ലാദൻ ഗോപാലിനെ അന്നും ഇറക്കിയിട്ടുണ്ട്. ഒരു പോൺ എടുത്ത് മുന്നോട്ട് വെച്ചു. ഇങ്ങനെ വെക്കുകയാണ് പോൺ കേസിൽ ഒരു പോൺ. ഇപ്പോ ഇതിൻ്റെ അകത്ത് സത്യത്തിൽ സതീശന്റെ പരാജയമല്ലേ. സതീശൻ ഇന്റർവ്യൂസിലൊക്കെ മനോരമയിലൊക്കെ പറഞ്ഞത് മഹത്തായ സംഭവമാണ് ഇവര് നടത്തിയെന്ന്. ഇത് പാർട്ടിയിൽ നിന്ന് ഇയാളെ പുറത്താക്കിയത്. അങ്ങനെയല്ലല്ലോ, തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനത്ത് നിന്നല്ലേ രാജിവെക്കേണ്ടത്. പാർട്ടിയിലെ പല സ്ഥാനങ്ങളും ഉണ്ടാവും. ആ സ്ഥാനങ്ങളിൽ നിന്ന് ഫോണിൽ ഞങ്ങളൊരു 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യാണ്. നീ വിഷമിക്കണ്ട മോനെ, നമ്മളെല്ലാം കൂടെയുണ്ട്. ഞാൻ 6 മാസം വീട്ടിലിരുന്ന് ഇത്തിരി ശരീരമൊക്കെ ഒന്ന് പുഷ്ടിപ്പെടുത്തുക, വീണ്ടും നിന്റെ ഈ കൃഷിക്ക് ഇറങ്ങേണ്ടതല്ലേ. അതെ എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന പരിപാടിയല്ലേ. അതല്ല എങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ബ്ലാക്ക് മെയിൽ ചെയ്യാനായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കയ്യിൽ വേറെ കളിപ്പുണ്ടാവില്ലേ? മറ്റേ ഷാഫി പറമ്പലിൻ്റെ കയ്യിൽ വേറെ അതാണ് ജോൺ ഗ്ലന്റ് എഴുതിയിരിക്കുന്നത്. അതാണ് ഭാവനയാണെങ്കിലും കേൾക്കുമ്പോൾ ഒരു രസമുള്ള. അദ്ദേഹത്തിന് കുറച്ച് കാര്യങ്ങളെ അറിയാവുള്ളൂ. ശരിക്കും പറയുകയാണെങ്കിൽ എത്ര കഥകൾ ഓരോരുത്തരെ പറ്റി പറയാനുണ്ട്. ആ സരിത കേസ് തന്നെ നന്നായിട്ട് പഠിച്ചാൽ ഒരു മുസ്ലിം ലീഗുകാരനല്ലേ ഉള്ളൂ, ബാക്കി മുഴുവൻ പിന്നെ ഒരു കേരള കോൺഗ്രസ്സുകാരനും. അത് വല്ലാത്തൊരു കേസ് ഡൽഹിയിലെത്തത്. അപ്പൊ ഇങ്ങനത്തെ ബ്ലാക്ക് മെയിലിംഗ് പാർട്ടിക്ക് പുറത്ത് ഒരു പാർട്ടിക്കാരൻ വേറൊരു പാർട്ടിക്കാരനെതിരെ ചെയ്യുന്നതൊക്കെ നമുക്ക് അറിയാമായിരുന്നു. ഇത് ഈ പാർട്ടിയുടെ അകത്ത് പരസ്പരം ഇത് പ്രയോഗിക്കുകയാണ് കോൺഗ്രസിൻ്റെ അകത്ത്. അപ്പോൾ കോൺഗ്രസ് ആണ് ഈ മൊത്തം കേസിൽ ബാത്റൂമിൽ കയറിയിരിക്കുന്നത്. നന്നായിട്ട് ഒന്ന് കുളിക്കേണ്ട ഘട്ടം ആണ് വന്നത്. ബാത്റൂമിൽ ചിലപ്പോൾ ഇത് തീരില്ല. കാശിയിലൊക്കെ പോയി വലിയ മണികർണിക ഘട്ടിലും ഒക്കെ സമൂഹമായി പോയി സ്നാനമൊക്കെ ചെയ്ത് തിരിച്ചു വരേണ്ട അവസ്ഥയിൽ വല്ലാത്ത മണികർണികയെ പോയാൽ പിന്നെ ചാരമായിട്ട് തിരിച്ചു വരുള്ളൂ. ചാരമായിട്ട് അതല്ലേ അഗ്നിശുദ്ധി. അഗ്നിശുദ്ധി, തീയിൽ ചാട്. അവിടെയൊക്കെ തീ ധാരാളം ഉണ്ടല്ലോ. അതാണ് ഈ VD സതീശൻ സത്യത്തിൽ ഇതിൽ ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്. സതീശൻ എന്തുകൊണ്ടും നല്ലത്. സതീശൻ ഒരു മിതത്വം പാലിക്കുന്നത് നന്നായിരിക്കും. അത് അദ്ദേഹത്തിനോടുള്ള സ്നേഹം കൊണ്ടുള്ള നമ്മുടെ ഉപദേശമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.